മിന്നൽ മുരളിയെ പോലെ ഒരു സൂപ്പർ ഹീറോ നമ്മുടെ നാട്ടിലും പിറവികൊണ്ടിരിക്കുന്നു. ഇനി അവന്റെ കാലമാണ്. ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? ആര് സൂപ്പർ ഹീറോ മാറുമെന്നാണ്? ചീനു, എന്നൊക്കെ നമ്മുടെ ഗ്രഹം വലിയ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടോ അന്നെല്ലാം നമ്മളെ രക്ഷിക്കാൻ ഒരു സൂപ്പർ ഹീറോ ജനിച്ചു വീണിട്ടുണ്ട്. ഇത്തവണ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഈ നാടിനെ അവൻ സംരക്ഷിക്കും. നിനക്ക് മിന്നൽ മുരളിയെ ഓർമ്മയില്ലേ? അവൻ ഈ നാടിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത് എന്നത് നിനക്ക് മറക്കാൻ പറ്റുമോ? അതൊക്കെ എങ്ങനെ മറക്കാൻ പറ്റും? അല്ല, എന്നാലും തവരൂപം പറഞ്ഞ ഈ സൂപ്പർ ഹീറോ ആരാണെന്ന് മാത്രം മനസ്സിലാകുന്നില്ലല്ലോ. അതാരെന്ന് കണ്ടുപിടിക്കാൻ നീ ഒരുപാട് അന്വേഷിച്ച് നടക്കേണ്ടി വരില്ല. നിന്റെ കൺമുന്നിൽ അയാൾ എത്തും. അപ്പോൾ നീ ഞെട്ടും. തവരൂപൻ ഇതും പറഞ്ഞ് പൊട്ടിച്ചിരിക്കുമ്പോൾ ചീനുവിന് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ആരാണ് തവരൂപൻ പറഞ്ഞ ആ സൂപ്പർ ഹീറോ? അവനും ചീനുവും തമ്മിൽ എന്താണ് ബന്ധം? എന്ത് അപകടമാണ് ആ ഗ്രഹത്തെ തേടി എത്തിക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തുടർന്ന് കേൾക്കുക. തന്റെ മുറിയിൽ സ്വബോധം നഷ്ടപ്പെട്ട് കിടന്നുറങ്ങുകയായിരുന്നു ലിയോ. കഴിഞ്ഞ രാത്രിയിൽ തന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് അവന് ഒരു ഓർമ്മയുമില്ല. പതുക്കെ അവൻ കണ്ണുകൾ തുറന്നു. എനിക്കെന്താ സംഭവിച്ചത്? ഞാനിങ്ങനെ ഇന്നലെ റൂമിലെത്തി. ആലോചിച്ചിട്ട് അവൻ ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. പതുക്കെ അവൻ എഴുന്നേറ്റു. വാഷ്റൂമിൽ കയറിയതിനു ശേഷം മുഖം കഴുകുന്നതിന് വേണ്ടി അവൻ ടാപ്പ് തുറന്നു. പെട്ടെന്നാണ് എന്തോ മുഖത്തുകൂടി ഒലിച്ചിറങ്ങുന്നത് പോലെ അവന് തോന്നിയത്. അവൻ പെട്ടെന്ന് മുന്നിലെ കണ്ണാടിയിലേക്ക് നോക്കി. ആ കാഴ്ച കണ്ട് അവൻ ഞെട്ടി. അയ്യോ, എന്താ ഇത്? എന്തെന്റെ മൂക്കിൽ നിന്നും ഒലിച്ചിറങ്ങുന്നത്? സ്വർണ്ണ നിറത്തിലുള്ള ഒരു ദ്രാവകം അവന്റെ മൂക്കിൽ നിന്നും ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. പേടിച്ച് ലിയോ പെട്ടെന്ന് മുഖം കഴുകി. പെട്ടെന്ന് അവന് നല്ലൊരു ചുമ വന്നു. ചുമച്ചുകൊണ്ട് അവൻ തുപ്പിയതും അതും സ്വർണ്ണ നിറത്തിലായിരുന്നു. പെട്ടെന്ന് തല കറങ്ങുന്നത് പോലെ അവന് തോന്നി. അവൻ ഓടിച്ചെന്ന് ബെഡിലിരുന്നു. എനിക്കെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ചാകാൻ പോകാണോ? എന്താ എന്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ഒക്കെ വന്ന ആ സ്വർണ്ണ നിറത്തിലുള്ള ദ്രാവകം ഇന്നലെ രാത്രി ആ മിന്നലിന്റെ ശരീരത്തിൽ വന്ന് വീണതിന് ശേഷം എനിക്കെന്താ സംഭവിച്ചത്? ആരെങ്കിലും എനിക്കെന്താ സംഭവിക്കുന്നത് പറഞ്ഞു തരാമോ? ഞാൻ പറഞ്ഞുതരാം. വാതിൽക്കൽ നിന്നും ആ ശബ്ദം കേട്ട് ലിയോ തിരിഞ്ഞു നോക്കി. അത് ചീനുവായിരുന്നു. ഇത്രയും നേരം ആ മുറിയിൽ നടന്നതൊക്കെ കണ്ടുകൊണ്ട് അവൻ അവിടെ നിൽക്കുകയായിരുന്നു. അവനെ കണ്ടതും ലിയോ ആശ്വാസത്തോടെ ഓടി അവന്റെ അടുത്തേക്ക് പോയി. എടാ, കണ്ടില്ലേ? എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുകയാണ്. ഞാൻ ചത്തുവോ? നാട്ടിൽ എന്റെ അമ്മയും പെങ്ങളും ഒറ്റയ്ക്കാണ്. അവർക്ക് ആരുമില്ല. നീ എന്തെങ്കിലും ഒന്ന് പറ. തവരൂപൻ എന്നോട് നമ്മുടെ ഗ്രഹത്തിൽ ഒരു സൂപ്പർ ഹീറോ ജനിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ അത് ആരാണെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നെല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അത് നീയാണ് നമ്മുടെ ഗ്രഹത്തെ രക്ഷിക്കാൻ പോകുന്ന സൂപ്പർ ഹീറോ. അത് കേട്ടതും ലിയോ ദേഷ്യത്തോടെ അവനെ നോക്കി. മതി, നിർത്തിക്കോ നിന്റെ പരിഹാസം. എന്റെ അവസ്ഥ നീ കണ്ടില്ലേ? ഈ ഗ്രഹത്തിൽ വന്ന സമയം മുതൽ എന്റെ വഴികാട്ടിയായി എന്റെ കൂടെ കൂടിവനല്ലേ നീ? എനിക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു തരേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്, അല്ലാതെ പരിഹസിക്കുകയല്ല വേണ്ടത്. ലിയോ, നിന്നെ ഞാൻ പരിഹസിച്ചതല്ല, ഞാൻ സത്യമാണ് പറയുന്നത്. നീ സമാധാനത്തിൽ ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. അവിടെ പോയി ഇരിക്കാദ്യം. ചീനു പറഞ്ഞത് കേട്ടപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ലിയോ കട്ടിലിൽ പോയിരുന്നു. ചീനു അവന്റെ അടുത്ത് വന്നിരുന്നു. അതിനുശേഷം കണ്ണുകൾ അടച്ച് കൈകൾ കൊണ്ട് എന്തൊക്കെയോ കാണിച്ചു. പെട്ടെന്ന് അവന്റെ കയ്യിൽ ഒരു പുസ്തകം പ്രത്യക്ഷപ്പെട്ടു. അവൻ അത് തുറന്നു. നീ ഇത് വായിച്ചു നോക്ക്. ഒന്ന് പോടാ. പുസ്തകം വായിച്ചിരിക്കാൻ പറ്റിയ സമയമല്ലേ ഇത്? എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കാദ്യം കണ്ടുപിടിക്കണം. അത് നമുക്ക് കണ്ടുപിടിക്കാം, പക്ഷെ നീ ഇത് വായിക്കണം. 1990-കളിൽ കുറുക്കൻമൂല എന്ന് പറയുന്ന ഗ്രാമത്തിൽ വെച്ച് നിനക്കുണ്ടായതുപോലെ ഒരു അനുഭവം ഒരു യുവാവിന് ഉണ്ടായിട്ടുണ്ട്. അന്ന് ഇതുപോലെ മിന്നലടിച്ച ആ യുവാവിന് എന്തൊക്കെയോ അത്ഭുത ശക്തികൾ ലഭിച്ചു. പക്ഷെ തനിക്ക് ലഭിച്ച അത്ഭുത ശക്തികൾ മറ്റാരോടും അവൻ പങ്കുവച്ചില്ല. അവൻ പിന്നീട് ഒരു രഹസ്യ ഐഡന്റിറ്റിയിൽ ജീവിച്ച് ആ നാടിനെ സംരക്ഷിക്കാൻ തുടങ്ങി. അവന്റെ പേരാണ് മിന്നൽ മുരളി. ആ പേര് കേട്ടതും ലിയോ കൗതുകത്തോടെ ചീനുവിനെ നോക്കി. ഈ പേര് ഇത് ഞാൻ എവിടെയോ കേട്ട് കാണും. ഈ മിന്നൽ മുരളി ഒരു കാലത്ത് ഇവിടെയും വന്നിട്ടുണ്ട്. ഈ നാട് വലിയൊരു പ്രതിസന്ധി നേരിട്ട കാലഘട്ടത്തിൽ അവനാണ് ഈ നാടിനെ രക്ഷിച്ചത്. ഇപ്പോൾ ആ വലിയ ഉത്തരവാദിത്തം നിന്റെ ചുമലിലാണ് വന്നിരിക്കുന്നത്. ഇനി ഈ നാടിനെ രക്ഷിക്കാൻ പോകുന്ന സൂപ്പർ ഹീറോ നീയാണ്. അത് കേട്ട ലിയോ ഞെട്ടി എഴുന്നേറ്റു. ഞാനോ? ഞാനെങ്ങനെ? പറ്റും, നിനക്ക് പറ്റും. അതിന് നിന്റെ ഉള്ളിൽ ഇനി എന്തൊക്കെ സൂപ്പർ പവർ ആണ് ഉള്ളതെന്ന് നീ കണ്ടുപിടിക്കണം. റെഡിയല്ലേ? ഇതുവരെ എല്ലാവരുടെയും അപമാനവും പുച്ഛവും മാത്രം സഹിച്ച് അവിടെ ജീവിച്ചിരുന്ന ലിയോയ്ക്ക് ഇതൊരു പുതിയ തിരിച്ചറിവായിരുന്നു. ചീനു പറഞ്ഞതുപോലെ തനിക്കെന്തെങ്കിലും സൂപ്പർ പവറുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് താൻ ആരാണെന്ന് ഈ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കണം എന്നവൻ തീരുമാനിച്ചു. ഞാൻ റെഡിയാണ്. എന്താണ് ചെയ്യേണ്ടത്? പിന്നീട് അങ്ങോട്ട് കടുത്ത പരിശീലനങ്ങളുടെ ദിവസങ്ങളായിരുന്നു. ലിയോ തന്റെ ഉള്ളിലുള്ള സൂപ്പർ പവറുകൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തി. എന്നാൽ ഇതേ സമയം അതേ ഗ്രഹത്തിൽ തന്നെ മറ്റൊരാളും ലിയോ കടന്നു പോകുന്ന അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. മറ്റാരുമല്ല, ലിയോയുടെ ശത്രു കൂടിയായ ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്നു അത്. ലിയോയുടെ ശരീരത്തിൽ അടിച്ച മിന്നൽ അതേ ദിവസം തന്നെ ഗ്രാൻഡ് മാസ്റ്ററിന്റെ ശരീരത്തിലും അടിച്ചിരുന്നു. എന്നാൽ ഗ്രാൻഡ് മാസ്റ്ററിന് ലഭിച്ച സൂപ്പർ പവറുകൾ എന്തൊക്കെയാണെന്ന് അവന് പറഞ്ഞു കൊടുക്കാൻ ലിയോയ്ക്ക് ചീനു ഉള്ളതുപോലെ ഗ്രാൻഡ് മാസ്റ്ററിന്റെ കൂടെ ആരുമുണ്ടായിരുന്നില്ല. എന്താ എനിക്ക് പറ്റിയത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. വളരെ ബുദ്ധിമുട്ടി ഗ്രാൻഡ് മാസ്റ്റർ കിടന്ന സ്ഥലത്തു നിന്ന് എഴുന്നേറ്റു. എന്നാൽ അധികം നടക്കാൻ പറ്റാതെ പെട്ടെന്ന് തന്നെ ബോധം കെട്ട് വീഴുകയും ചെയ്തു. ഈ സമയം ഗ്രാൻഡ് മാസ്റ്ററിന്റെ ശരീരത്തിലേക്ക് ഒരു കറുത്ത ദ്രാവകം ഇരച്ചു കയറുന്നുണ്ടായിരുന്നു. അതൊരു കറുത്ത കവചം പോലെ ഗ്രാൻഡ് മാസ്റ്ററിന്റെ ശരീരം മുഴുവൻ മൂടി. പെട്ടെന്ന് ഗ്രാൻഡ് മാസ്റ്ററിന്റെ മുറിയിലുള്ള സാധനങ്ങളൊക്കെ വിറച്ചുകൊണ്ട് താഴേക്ക് വീഴാൻ തുടങ്ങി. എന്നാൽ ഇതൊന്നും അറിയാതെ ലിയോ തന്റെ പരീക്ഷണങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. തന്റെ സൂപ്പർ പവറുകൾ കണ്ടുപിടിക്കാൻ ലിയോ നടത്തിയ പരീക്ഷണങ്ങളിൽ ചിലത് വിജയിച്ചു, ചിലത് നന്നായിട്ട് പരാജയപ്പെട്ടു. ലിയോയ്ക്ക് പറക്കാനുള്ള ശക്തിയില്ല എന്നവൻ മനസ്സിലാക്കിയത് മരത്തിന്റെ മുകളിൽ നിന്ന് ചാടി നോക്കിയപ്പോഴായിരുന്നു. എടാ മണ്ട, നീ എന്തോന്നാണ് ഈ കാണിക്കുന്നത്? താഴെ ഇറങ്ങ്. നീ പോടാ അവിടുന്ന്. എനിക്ക് പറക്കാനുള്ള
പറക്കാനുള്ള ശക്തി ഉണ്ടെന്ന് അറിയണമെങ്കിൽ പറന്ന് നോക്കിയാലേ പറ്റുള്ളൂ. എടാ മിന്നലടിച്ചെന്ന് കരുതി പറക്കാനുള്ള ശക്തിയൊന്നും കിട്ടണമെന്നില്ല. ആവശ്യമില്ലാത്ത ഓരോ പരിപാടികൾ ചെയ്ത് പണി വാങ്ങിച്ചു കൂട്ടരുത്. ഇതസൂയ. പറക്കാനുള്ള ശക്തി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിന്നേക്കാൾ വലിയ സംഭവമായി തീരുമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടുള്ള അസൂയ. എന്നാ പിന്നെ പറന്നു നോക്കിയിട്ട് തന്നെ കാര്യം. ചീനുവിന്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ലിയോ മരത്തിന്റെ മുകളിൽ നിന്നും എടുത്തു ചാടി പറക്കാൻ ശ്രമിച്ചു. എന്നാൽ ചീനു പറഞ്ഞതുപോലെ ലിയോയ്ക്ക് പറക്കാനുള്ള ഒരു ശക്തിയും ഉണ്ടായിരുന്നില്ല. പോയതുപോലെ തന്നെ മരത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് മലർന്നടിച്ച് അവൻ വീണു. അയ്യോ, ഞാൻ ചത്തേ. ചീനു ഈ സമയം കൊണ്ട് ഓടി ലിയോയുടെ അടുത്തെത്തി. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അയ്യോ, എന്റെ നടുവ് മൊത്തം വെള്ളമായെന്നാ തോന്നുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ നിനക്ക് പറക്കാനുള്ള ശക്തിയൊന്നും ഇല്ലെന്ന്. പിന്നെ എന്തിനാണ് മുകളിൽ നിന്നെടുത്ത് താഴെ ചാടാൻ പോയത്? പറക്കാൻ പറ്റുമെന്ന് പറഞ്ഞു നോക്കിയാലേ അറിയൂ. പരീക്ഷണങ്ങൾ നടത്താതെ ഇവിടെ ആരും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പോൾ എന്തായാലും കിട്ടേണ്ടത് കിട്ടിയില്ലേ, ഇനി അതും വെച്ച് അനുഭവിക്കും. അതിനുശേഷം ലിയോ നടത്തുന്ന ഓരോ പരീക്ഷണങ്ങളും ചീനുവിന്റെ കൂടി സമ്മതത്തോടെയായിരുന്നു. അങ്ങനെയാണ് അവൻ തന്റെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കായി സ്വർണ്ണ കവചം വന്നു പൊതിയുന്ന ഒരു പവർ ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. അതൊരു രാത്രിയായിരുന്നു. ലിയോയുടെ നിലവിളി കേട്ട് വാതിൽ ചവിട്ടി തുറന്ന് ചീനു അകത്തേക്ക് കയറി വന്നു. താൻ കാണുന്ന കാഴ്ച അവന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ലിയോ, എന്താ ഇത്? അറിയില്ലടാ, എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു. ഇത് നിർത്താൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ദൈവമേ, ഇതല്ലേ? ഏത്? ആ കാഴ്ച കണ്ട് ചീനു അത്ഭുതപ്പെട്ടു നിന്നുപോയി. ഒരു മാന്ത്രിക സ്വർണ്ണ നിഴൽ ലിയോയുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. അത് വായുവിൽ ഒഴുകി നടന്ന് ലിയോയുടെ നെഞ്ചിലേക്ക് വന്ന് പതിക്കുന്നു. അതിനുശേഷം അതൊരു സ്വർണ്ണ ദ്രാവകമായി ഉരുകി പടർന്ന് അവന്റെ ശരീരഭാഗങ്ങൾ മുഴുവൻ പൊതിയുന്നു. എടാ, എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ഇല്ലെങ്കിൽ എന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു തീരുമാനവും. ചുമ്മാ കിടന്ന് അലറല്ലേ, ഞാനൊന്ന് നോക്കട്ടെ. ചീനു ലിയോയെ ആകെ മൊത്തം ഒന്ന് പരിശോധിച്ചു. ലിയോയുടെ ശരീരത്തിൽ പടരുന്നത് ഒരു സ്വർണ്ണ കവചമാണെന്നും അത് ഏത് ആപത്തിൽ നിന്നും ലിയോയെ സംരക്ഷിക്കാൻ പോകുന്നതാണെന്നും ചീനു കണ്ടെത്തി. സ്വർണ്ണ കവചത്തിന്റെ കൂടെ ഒരു സ്വർണ്ണ മുഖം മൂടിയും വന്ന് ലിയോയുടെ മുഖം മറച്ചതോടെ ആ കവചത്തിനുള്ളിൽ ആരാണെന്ന് പുറത്തുള്ള ആർക്കും മനസ്സിലാകാത്ത അവസ്ഥയാണ്. എടാ മോനെ, നീ രക്ഷപ്പെട്ടു. ഇതൊരു സ്വർണ്ണ കവചമാണ്. ഈ തലമുറയിൽ ഒരു യോദ്ധാവിനും ഇത് ലഭിച്ചിട്ടില്ല. വേറൊരു ഗുണമുള്ളത്, ഈ സ്വർണ്ണ കവചം ധരിച്ചാൽ അതിനകത്ത് ആരാണെന്നുള്ളത് പുറത്താർക്കും മനസ്സിലാകില്ല. അപ്പോൾ ഒരു രഹസ്യ ഐഡന്റിറ്റിയിൽ നിനക്ക് ഹണ്ടിങ് നടത്താനും ശത്രുക്കളെ നേരിടാനും ഒക്കെ പറ്റും. നിനക്ക് ഇഷ്ടമുള്ള സമയത്ത് ഈ സ്വർണ്ണ കവചം നിന്റെ ശരീരത്തിൽ വരും. അതിനോട് പോകാൻ പറഞ്ഞാൽ അത് പോകും. എന്തായാലും കൊള്ളാം മോനെ. അതുകൂടി കേട്ടതോടെ ലിയോ ആകെ അസ്വസ്ഥനായി. എടാ, ഈ സ്വർണ്ണ കവചത്തിനുള്ളിൽ ഞാനാണ് എന്നത് ആരും അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്താ വില? 4 പേര് അറിയട്ടെ ഞാൻ ആരായെന്ന്. പറ്റില്ല, പറ്റില്ല. നിന്റെ ഐഡന്റിറ്റി തൽക്കാലം പുറത്ത് വെളിപ്പെടുത്താൻ പറ്റില്ല. അത് പറഞ്ഞ് എങ്ങനെ ശരിയാവും? ഇത്രയും നാളും എന്നെ അപമാനിച്ച് വിട്ടവരുടെ മുന്നിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കാൻ എനിക്ക് ആഗ്രഹം കാണില്ലേ? അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കൈ വെച്ചാൽ മതി. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിനക്ക് ലഭിച്ച ഈ സ്വർണ്ണ കവചം സ്വന്തമാക്കാൻ ഈ ലോകത്തുള്ള സകല യോദ്ധാക്കളും എന്ത് വേണമെങ്കിലും ചെയ്യും. അതുകൊണ്ട് നിന്റെ ഐഡന്റിറ്റി എത്ര നാൾ നീ മറച്ചു വെക്കുന്നുവോ അത്രയും നാൾ നിനക്ക് ജീവനോടെ ഇവിടെ തുടരാം. എന്നാലും ഒരെന്നാലുമില്ല, ഈ വിഷയത്തിൽ ഇനി സംസാരമില്ല. ഇത്രയും പറഞ്ഞ് ചീനു പുറത്തേക്ക് പോയി. എന്നാൽ അവൻ പോയതും ലിയോ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. നീ പോ മോനെ ചീനു. കിട്ടിയ പവർ വെച്ചുകൊണ്ട് വെറുതെ ഇരിക്കാൻ ഞാൻ മണ്ടനല്ല. ഇത് വെച്ച് ഞാൻ കുറെ പണിയെടുക്കും, എന്നിട്ട് ആവശ്യത്തിന് കാശുണ്ടാക്കും. എത്രയും പെട്ടെന്ന് ഭൂമിയിലെത്തി എന്റെ അമ്മച്ചിയെയും പെങ്ങളെയും കടക്കണിൽ നിന്ന് രക്ഷിക്കണം. സ്വർണ്ണ കവചം വരട്ടെ. നിമിഷ നേരം കൊണ്ട് ലിയോയുടെ ശരീരം സ്വർണ്ണ കവചം കൊണ്ട് പൊതിഞ്ഞു. അവൻ നേരെ താഴ്വാരത്തിലേക്ക് പോയി. ഏതെങ്കിലും ജന്തുവിനെ വേട്ടയാടാമെന്ന പ്രതീക്ഷയിലാണ് അവൻ അങ്ങോട്ടേക്ക് പോയത്. അവിടെ എത്തിയതും അവൻ ആ കാഴ്ച കണ്ടു. ഏകദേശം 20 അടി അകലെയായി ഒരു വെട്ടുകിളി മേഞ്ഞു നടക്കുന്നു. ലിയോ പതുക്കെ നടന്ന് ഒരു മരത്തിന്റെ പിറകിൽ ഒളിച്ച് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു. ഇളം തവിട്ടു നിറം, 5 അടി നീളം, 4 ചിറകുകൾ. ഏറ്റവും പ്രശ്നം അരിവാൾ പോലെ മൂർച്ചയേറിയ മുൻകാലുകളാണ്. എങ്ങാനും അതുകൊണ്ട് ഒരടി കിട്ടിയാൽ കിട്ടുന്നവൻ അവിടെ വീണു തീരും. പക്ഷേ ലിയോയ്ക്ക് ആ പേടിയുണ്ടായിരുന്നില്ല. തന്റെ ശരീരത്തിലുള്ള സ്വർണ്ണ കവചം തന്നെ സംരക്ഷിക്കും എന്നതായിരുന്നു അവന്റെ ചിന്ത. എങ്ങനെയും കൂടുതൽ പോയിന്റുകൾ നേടണം എന്ന് മാത്രം അവന്റെ മനസ്സ് പറഞ്ഞു. ഈ സ്വർണ്ണ കവചമൊക്കെ ഉള്ളത് ശരി തന്നെ, പക്ഷെ നേരെ അതിന്റെ മുന്നിൽ ചെന്ന് എന്തെങ്കിലും ചെയ്യുന്നത് ബുദ്ധിയാണെന്ന് തോന്നുന്നില്ല. ലിയോ പതുക്കെ ആ ജീവിയുടെ അടുത്തേക്ക് നീങ്ങി. അവന്റെ കയ്യിൽ ചെറിയൊരു കത്തി ഉണ്ടായിരുന്നു. ഏകദേശം 6 അടി അകലെ ആ ജീവികളെ കണ്ട ലിയോ ഇനിയൊരു അവസരം തനിക്ക് കിട്ടില്ല എന്നുറപ്പിച്ച് അതിനെ ആക്രമിക്കാൻ തയ്യാറെടുത്തു. രണ്ടും കൽപ്പിച്ച് അവൻ പാഞ്ഞു. ആ ജീവിയുടെ അടുത്തേക്ക് പോയ നിമിഷം തന്നെ അത് തിരിഞ്ഞ് ആക്രമിക്കാനായി അവന്റെ അടുത്തേക്ക് എത്തി ചിറകുകൾ വിടർത്തി. ഈ സമയം 4 പാടും നിന്ന് മറ്റു വെട്ടിക്കിളികളും അങ്ങോട്ടേക്ക് ഓടിയെത്തി. അവരെല്ലാവരും കൂടി ചേർന്ന് ലിയോയെ അവരുടെ കൂർത്ത നഖങ്ങൾ കൊണ്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. എന്നാൽ സ്വർണ്ണ കവചം ലിയോയെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. ഇതിന് ഇത്രയും പവർ ഉണ്ടായിരുന്നു. ഇത് കൊള്ളാലോ, ഇനി ഞാൻ പൊടിക്കും. രണ്ടും കൽപ്പിച്ച് ലിയോ ചാടി എഴുന്നേറ്റ് തന്റെ കയ്യിലുള്ള കത്തി ഉപയോഗിച്ച് തിരിച്ചാക്രമിക്കാൻ തുടങ്ങി. അവൻ ഓരോ കുത്തും അവിടെ നിന്ന കിളികളുടെ വയറിൽ തന്നെയാണ് കുത്തിയത്. അതോടുകൂടി രക്തം പുറത്തേക്ക് വാർന്ന് അവരെല്ലാം മരിച്ചു വീഴാൻ തുടങ്ങി. ലിയോ വെപ്രാളത്തോടെ അവന്റെ സ്വർണ്ണ കവചം ഒന്ന് പരിശോധിച്ചു. അതിനെന്തെങ്കിലും കേടുപാടുകൾ പറ്റുമോ എന്നതായിരുന്നു അവന്റെ പേടി. എന്നാൽ അതിനൊരു പോറൽ പോലുമില്ലായിരുന്നു. അവസാനത്തെ വെട്ടുകിളിയും മരിച്ചു വീണതും സന്തോഷം കൊണ്ട് ലിയോ ആർത്തു വിളിച്ചു. അയ്യോ, ഇതൊന്നും കാണാൻ ഇവിടെ ആരും ഇല്ലാതായി പോയല്ലോ. മിന്നൽ മുരളിയൊക്കെ ഇനി പഴങ്കഥ. ഇനി ലിയോ ഈ നാട് ഭരിക്കും. ഇനി എന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. ലിയോ സന്തോഷം കൊണ്ട് ആർത്ത് വിളിക്കുമ്പോൾ താഴ്വാരത്തിന്റെ ഒരു കോണിൽ നിന്നും കറുത്ത കവചം ധരിച്ച ഒരാൾ ലിയോയെ തന്നെ നോക്കി കൈകൾ മുറുക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്നു. ലിയോയും ഗ്രാൻഡ് മാസ്റ്ററും തമ്മിലുള്ള പോരാട്ടങ്ങളുടെ ദിനങ്ങളാണോ ഇനി ആ ഗ്രഹത്തിനെ കാത്തിരിക്കുന്നത്? ഇവർ തമ്മിലുള്ള പോരാട്ടത്തിൽ ആരായിരിക്കും വിജയിക്കുക? ലിയോയ്ക്ക് തന്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങാൻ സാധിക്കുമോ? ഗ്രാൻഡ് മാസ്റ്റർ ലിയോയെ അതിന് സമ്മതിക്കുമോ?
ആവശ്യവും ആകാംക്ഷയും ജനിപ്പിക്കുന്ന ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്കായി പോക്കറ്റ് FM ഓഡിയോ സീരീസ് ആയ ലിയോ AD 2500 ഇപ്പോൾ തന്നെ കേൾക്കാൻ ആരംഭിക്കൂ. ഡൗൺലോഡ് ദ പോക്കറ്റ് FM ആപ്പ് നൗ.